യോഗ ഒരു കള്ളച്ചരക്കാണ് എന്ന വാക്കാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. കള്ളച്ചരക്ക് എന്ന വാക്ക് വളരെ ബോധപൂർവം പറയുന്നതാണ്. റോക്കറ്റ് വിടുന്നതിന് മുമ്പേ അതിന് മുകളിൽ നാരങ്ങ കെട്ടിവെക്കുകയും ഗണപതി ക്ഷേത്രത്തിൽ പോയി ഇത് ഉടക്കുകയും ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സാധനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും യാതൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ശാസ്ത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളവർക്ക് ശാസ്ത്രീയ മനോവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർമാർ പല ആൾക്കാരും ഇതുപോലുള്ള ഒരുപാട് അസംബന്ധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആധുനിക വൈദ്യത്തിൻ്റെ പ്രാക്ടീസിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി അസംബന്ധമായ ഒരു കള്ളച്ചരക്കിനെടുത്ത് പകരം വെക്കുക എന്നല്ല. ഡോക്ടർ ഇങ്ങനെ യോഗയെ കുറിച്ച് പല സ്ഥലത്തും സംസാരിക്കുന്നതിന് IMF ഫണ്ട് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന്. അതിനെന്താ ഡോക്ടർക്ക് പറയണം? ഞാൻ ഈ ഇന്റർവ്യൂടെ അതിനോട് എനിക്കൊരു മാറി ആധുനിക ശാസ്ത്രത്തെ ഇത്രമാത്രം എന്റെ ഒരു കാഴ്ചയിൽ യോഗക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ, വേറെ ആരും യോഗക്ക് ഫണ്ട് ചെയ്യുന്നില്ല. എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ തന്നെ വളരെ വ്യത്യസ്തനായ ഒരു അതിഥിയാണ് എന്നോടൊപ്പം എന്ന ടാഗ് ലൈനിലാണ് ഞാൻ പലപ്പോഴും തുടങ്ങാറുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാൾ വ്യത്യസ്തനായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശ്രീനാരായണ ഗുരു ഒരിക്കൽ ഒരു യോഗാചാര്യനോട് സംവദിക്കുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി യോഗാചാര്യൻ പല കാര്യങ്ങളും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, യോഗ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചപ്പോൾ ഈ യോഗാചാര്യൻ പറഞ്ഞു, മലശോധന കൃത്യമായി നടക്കും എന്നതാണ് യോഗ കൊണ്ടുള്ള പ്രയോജനം. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ആവണക്കെണ്ണ കുടിച്ചാൽ പോരെ എന്നുള്ള ഒരു മറു ചോദ്യം ഗുരു ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ എതിർവാദമോ അനുകൂലിക്കുന്ന കാര്യമോ ഒന്നുമല്ല. ഈ കാലഘട്ടം മുതൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചർച്ചയല്ല യോഗ മനുഷ്യന് ഗുണമോ ദോഷമോ എന്നുള്ളത്. വളരെ നേരത്തെ തന്നെ ഈ ചർച്ചകൾ വളരെ ക്രിയാത്മകമായി നടക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഡോക്ടർ C വിശ്വനാഥൻ സാറാണ്. സാറിൻ്റെ പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സാർ എപ്പോഴും സംസാരിക്കുമ്പോൾ യോഗയ്ക്കെതിരായ കുറേ വാദങ്ങൾ ഉന്നയിക്കുന്നു. യോഗ ഒരു തരത്തിലും അസംബന്ധമാണ് എന്നുള്ള വാദം എന്നും കൃത്യമായി ഉയർത്തുകയും ചെയ്യുന്നതാണ്. ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എപ്പോഴും ഉത്തരവാദിത്ത ബോധം കൂടുതലാണ് ഇല്ല എന്ന് സമർത്ഥിക്കാൻ. അത് സാർ ഒരു പരിധിവരെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, യോഗ അസംബന്ധമാണ് എന്ന വാദത്തിൽ സാറ് എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുന്നത്? യോഗ ഒരു കള്ളച്ചരക്കാണ് എന്ന വാക്കാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. കള്ളച്ചരക്ക് എന്ന വാക്ക് വളരെ ബോധപൂർവം പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും യോഗ നിർദ്ദേശിക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല. ആരോഗ്യ സംരക്ഷണം, രോഗചികിത്സ, മാനസിക സൗഖ്യം എന്ന് വേണ്ട സകലത്തിനും പറ്റിയ സാധനമായിട്ടാണ് യോഗ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രപരമായി നോക്കിയാൽ തന്നെ, ഒരുപാട് വശങ്ങളിലൂടെ തന്നെ നോക്കാം, ചരിത്രപരമായി നോക്കിയാൽ തന്നെ ഇത് വാസ്തവത്തിൽ ഒരു കള്ളച്ചരക്കാണ് എന്ന് പറയാം. നമുക്ക് പാരമ്പര്യത്തിൻ്റെ കാര്യം എടുക്കാം. ഒരു ആയിരക്കണക്കിന് വർഷം പാരമ്പര്യമുള്ള ഒരു സംഗതിയാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആസനയോഗ എന്ന് പറയും. അപ്പോൾ അതിനങ്ങനെ ഒരു ചരിത്രമുണ്ട്? അങ്ങനെ ചരിത്രമില്ല. ചരിത്രം ഇന്ന് നമ്മൾ കാണുന്ന ആസനങ്ങൾക്കൊക്കെ ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉള്ളൂ. എന്നാൽ ഒരു ബേസിക്കായ ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ യോഗാ ദിനത്തിന് ഇങ്ങനെ പ്രധാനമന്ത്രിയും ആൾക്കാരൊക്കെ കുട്ടികൾ നിരന്നിരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഒരു വലിയ ഭാഗവും ആസനങ്ങളാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് പ്രാണായാമം, പിന്നെ ഒരു ഏതാനും മിനിറ്റുകൾ ധ്യാനം, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ യോഗ പാക്കേജായിട്ട് നമ്മൾ കാണുന്നത്. ഈ ആസനങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആധുനിക യോഗയുടെ ഒരു ബൈബിൾ എന്ന് പറയാവുന്ന പുസ്തകമാണ് ഈ ലൈറ്റ് ഓൺ യോഗ. ഇതിലൊരു 200 യോഗാസനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 200 ആസനങ്ങളിൽ ക്ലാസിക്കലായിട്ടുള്ള യോഗ ടെക്സ്റ്റുകൾ, ഇപ്പം ഹഠയോഗ പ്രദീപിക, ശിവസംഹിത, ഇതൊക്കെ എടുത്തു നോക്കിയാൽ എത്ര എണ്ണം കാണും? ഹഠയോഗ പ്രതിഭയിൽ ഒരു 15 ആസനം, ശിവസംഹിതയിലാകെ 4 ആസനം. ഹഠയോഗ പ്രതിഭ പറയുക
ഈ 15 ആസനങ്ങൾ വിവരിച്ചതിന് ശേഷം അതിൽ 4 പ്രധാനം, അതിലൊന്ന് ആണ് ഏറ്റവും പ്രധാനം, അത് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹഠയോഗത്തിൻ്റെ ട്രഡീഷനിൽ പോലും, അപ്പോൾ അതിനു മുമ്പുള്ള ഇപ്പോൾ പതഞ്ജലിയുടെ യോഗസൂത്രം ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അതിലാകെ ഈ ആസനങ്ങളെ പറ്റി ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ, സ്ഥിര സുഖമാസനം. ഇപ്പം വിവേകാനന്ദനൊക്കെ പറയാ ആസന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം നട്ടല്, കഴുത്ത്, തല എന്നിവ ഒരു തൂക്കിൽ നിൽക്കണമെന്ന് മാത്രമാണ്. അത്രയേ ഉള്ളൂ പറയുന്നത്. അപ്പോൾ എത്രയേ ഉള്ളൂ ഈ പഴയ പതഞ്ജലി യോഗസൂത്രത്തിൽ ഒരു 18-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിട്ടുള്ള ഈ ഹഠയോഗ പാരമ്പര്യത്തിൽ പോലും ഇത്രയധികം ആസനങ്ങളൊന്നുമില്ല. ഒരു 15 ആസനം, പിന്നെ ഖരണ്ഡ സംഹിത എന്നൊരു അത്ര പ്രസിദ്ധമല്ലാത്ത ഒരു കൃതിയിൽ ഒരു 32 ആസനം പറയുന്നുണ്ട്. ഈ ബാക്കി 200 എവിടുന്ന് വന്നു? ഇത് മുഴുവനും 20-ാം നൂറ്റാണ്ടിൽ പ്രധാനമായിട്ടും തിരുമലൈ കൃഷ്ണമാചാര്യ എന്ന് പറഞ്ഞ ഈ ഡൈറ്റോൺ യോഗയുടെ കർത്താവായ അയ്യങ്കാറിൻ്റെ ഗുരുവായിട്ടുള്ള ഈ തിരുമലൈ കൃഷ്ണമാചാര്യ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വിവിധങ്ങളായ പല 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 ട്രഡീഷനുകളിൽ നിന്ന്, പല പ്രാക്ടീസുകളിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അത് ഇപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള പോലെ സർക്കസിൽ നിന്ന് കുറേ എണ്ണം, ജിംനാസ്റ്റിക്സിൽ നിന്ന് കുറേ എണ്ണം, ഇപ്പം ബുക്സ് മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സ്വീഡിഷ് ഗ്രന്ഥത്തിൽ നിന്ന് മാർക്ക് സിംഗിൾട്ടൺ പറഞ്ഞിട്ടുള്ള ഒരു ഗവേഷകൻ്റെ ഒരു യോഗ ബോഡി, ദ ഒറിജിൻസ് ഓഫ് മോഡേൺ പോസ്റ്റർ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2010 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഇതിൽ പറയുന്നുണ്ട് ഇപ്പം ഇതിൽ 28 ആസനങ്ങൾ കൃത്യമായിട്ട് ബുക്സ് മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ജിംനാസ്റ്റിക്സ് ബുക്കിൽ നേരിട്ട് എടുത്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. 28 നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇതുപോലെ ഇപ്പോൾ സ്ക്രിബ്നേഴ്സ് മാഗസിൻ 1898 സ്ക്രിബ്നേഴ്സ് മാഗസിൻ, അത് നമുക്ക് ഓൺലൈനിൽ പോയി കാണാൻ പറ്റും. അതിൽ ഒരു അനാട്ടമി ഓഫ് എ കണ്ടോർഷനിസ്റ്റ്, കണ്ടോർഷൻ എന്ന് പറഞ്ഞാൽ സർക്കസ് അഭ്യാസം, പല രീതിയിൽ ശരീരത്തിനെ വളക്കാനും തിരിക്കാനും പറ്റുന്ന ഒരു അഭ്യാസികളാണ് കണ്ടോർഷനിസ്റ്റുകൾ. ഇപ്പോൾ ഈ കണ്ടോർഷനിസ്റ്റുകളുടെ അഭ്യാസങ്ങളെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അതിൻ്റെ കുറച്ച് ചിത്രങ്ങളുണ്ട്. അതിൽ ഓരോ ചിത്രവും നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആസനമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ മണ്ഡലാസനം, ഹനുമാനാസനം, പിന്നെ എന്താണ് ഒരു സാധനം പോയിട്ടുണ്ട് അതിൽ, ദുർവാസാസനം, ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെന്താ ആ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും. ഹനുമാനാസനം ഈ കണ്ടോർഷൻസിൻ്റെ പോസ്റ്റർ ഇതുപോലെ ഇരിക്കും. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കാർ കൈ ഇങ്ങനെ പിന്നെ തൊഴുത് പിടിക്കും, മറ്റേ കൈ ഒരാടെങ്കിലും ബാക്കിൽ കെട്ടിയിട്ടുണ്ടാവും. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ സർക്കസുകളിൽ നിന്നും ജിംനാസ്റ്റിക്സിൽ നിന്നും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ആകർഷകമായ പോസ്റ്ററുകൾ ഇണക്കി ചേർത്ത് ഒരു എന്താ പറയുക, ഒരു കായിക പ്രകടനം എന്ന നിലയിൽ, പ്രത്യേകിച്ചും ഇദ്ദേഹം മൈസൂർ കൊട്ടാരത്തിലെ യോഗശാലയിലാണ് കൃഷ്ണമാചാര്യ ഉണ്ടായിരുന്നത്. അപ്പോൾ രാജാവിൻ്റെയും സഭാവാസികളുടെയും പിന്നെ സന്തോഷത്തിനായിട്ട്, അവരെ പ്രീതിപ്പെടുത്താൻ, അവരെ ഇംപ്രസ് ചെയ്യാൻ, അവർക്ക് ഇഷ്ടപ്പെടാൻ ഉള്ള ഒരു കായിക പ്രദർശനം എന്ന നിലയിലാണ് കുട്ടികളെ വെച്ച് അവരെ മേത്ത് കയറി. നമ്മളിന്നിപ്പോൾ ഈ ചൈനയിലെ ജിംനാസ്റ്റിക്സിൽ കുട്ടികളുടെ മേത്തൊക്കെ കയറി ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് കാണും, ഇതിൻ്റെ ഒരു ക്രൂരതയാണെന്നൊക്കെ പറയും. അതേപോലെ ക്രൂരതയൊക്കെ ചെയ്തിട്ടാണ് ഈ ഓരോ ആസനവും. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ കുട്ടീനെ കപോതാസനം എന്നൊരു ആസനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതൊക്കെ കാണാം. ഈ രീതിയിൽ പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ പിന്നെ കായിക പ്രദർശന പാരമ്പര്യങ്ങളിൽ നിന്ന്, പ്രദർശന രീതികളിൽ നിന്നൊക്കെ തപ്പിയെടുത്തുകൊണ്ടെന്ന് ആൾക്കാർ അത്ഭുത സ്തബ്ധരാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദർശന ഐറ്റമാണ് ഇന്ന് കാണുന്ന യോഗ, ഈ ആസനങ്ങളൊക്കെ. ഈ ഒരു കാരണമാണോ ഡോക്ടർ ഇതിനെ എതിർക്കാനുള്ള ഒരു പ്രധാന കാരണം? അതാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മളിപ്പോ അതിനോട് ഒരു ഉപചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. എന്ന് മുതലാണ് ഡോക്ടർ ഈ യോഗ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ഇപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ എടുക്കുവാണെങ്കിൽ, ഞാൻ ഡിഗ്രി കാലഘട്ടം മുതലാണ് യോഗ എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ ശ്രമിക്കുന്നത്. ഡോക്ടർ ഏത് കാലഘട്ടം മുതലായിരിക്കും യോഗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? അത് പിന്നെ വാസ്തവത്തിൽ ഇതിലെ ഒരു ഒരു സംഗതിയുള്ളത്, നമ്മുടെ ചിന്താ രീതിയിൽ ഒരു മാറ്റം വരിക എന്ന് വെച്ചാൽ, ഞാനൊരു യുക്തിവാദിയാണ് കേട്ടോ. അപ്പൊ ഈ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമ്മളൊരു ഒന്നിനെയും ചോദ്യം ചെയ്യാത്തൊരു രീതി, ഒരു ചിന്ത, പൊതുവെ അങ്ങനെയാണ് മനുഷ്യരുടെ ചിന്താ രീതി. എന്താണോ മറ്റുള്ളവർ പറയുന്നത്
അത് കേട്ട് അങ്ങനെ ഉണ്ടാവുമായിരിക്കും, അതന്നെ ആയിരിക്കും ശരി എന്നുള്ള രീതിയിലാണ് നമ്മൾ 90% നമ്മൾ നടക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ നടന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. അപ്പൊ ഈ പാരും വാനും അടങ്ങും ഈ മഹിതമാം പ്ലാനുണ്ട്, ഞാനുണ്ട് അതിൽ എന്ന് പറയുന്ന ഈ പ്ലാനിനെ പിന്നെ ഒരു നാഴി പാൽപ്പായസോ ഒരു കൂടി മെഴുകുതിരിയോ കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മന്ദബുദ്ധിയായിട്ടാണ് ഞാൻ കുറെ കാലം ജീവിച്ചിരുന്നത്. ഇത് പിന്നെ ഒരു 23-24 വയസ്സായപ്പോഴേക്കും എനിക്ക് തോന്നി ഇതിങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചു. പ്രധാനമായിട്ട് പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞ് MBBS ഒക്കെ പഠിച്ചു. മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പിന്നെ രചനയും അതിൻ്റെ രീതികളും അതിൻ്റെ പ്രവർത്തനമൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെ നല്ല കാര്യങ്ങൾ, ആത്മാവെന്നൊരു സാധനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. ആ രീതിയിൽ നമ്മൾ ഇപ്പോൾ പ്രകൃതിയെയും പിന്നെ മനുഷ്യനെയും ഒക്കെ തന്നെ നാച്ചുറലിസ്റ്റിക് ആയിട്ട് കാണാൻ തുടങ്ങി എന്ന് പറയും. നാച്ചുറലിസ്റ്റിക് ആയിട്ട്. അപ്പോൾ ആ ഇതോടുകൂടി നമ്മളെന്താ വെച്ചാൽ ഈ പഴയ ക്ലെയിമുകളൊക്കെ സ്വന്തമായി ചിന്തിച്ചും പരിശോധിച്ചും വിലയിരുത്തേണ്ടതുണ്ട്. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും അങ്ങനെ വേണ്ടതുണ്ട് എന്നുള്ളൊരു യുക്തിചിന്താപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വരുന്നതോടുകൂടി എല്ലാത്തിനും നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ നില ഇത് ഈ പിന്നെ കൃഷ്ണമാചാര്യയുടെ ഈ ഒരു ചരിത്രം ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത് ഡോക്ടർ മനോജ് കോമ്പത്ത് എന്നിട്ടാണ്. മൂപ്പരൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കൃഷ്ണമാചാര്യയുടെ. പിന്നെ ഞാൻ പിന്നാലെ പോയി ഓരോന്നും ഈ ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ കൃഷ്ണമാചാര്യ എന്നൊരാളെ പേര് കേൾക്കുന്നത്. ഇങ്ങനെ ഒരാൾ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തത്. പിന്നെ അതിൻ്റെ പിന്നാലെ പോയി കുറേ വർഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി ഇത് പഠിക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മളെപ്പോഴും സാധാരണ കാണുന്നത് പോലെ ഈ പറഞ്ഞു വരുന്ന പരമ്പരാഗതമായ വിശ്വാസങ്ങളും ധാരണകളും ഒക്കെ വലിയ രീതിയിൽ പൊള്ളത്തരങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന കൂട്ടത്തിലാണ് ഇതും കൂടി തിരിച്ചറിയുന്നത്. അതിന്റെ ഭാഗമായി ഡോക്ടർ അത് യോഗയെ കുറിച്ച് പഠിക്കുകയാണോ വായിക്കുകയാണോ അത് യോഗ ചെയ്തു നോക്കുകയാണോ എന്താ ചെയ്തത്? ഞാൻ വായിച്ചു പഠിക്കുകയാണ് ചെയ്തത്. യോഗ നമ്മൾ കാണുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ചരിത്രം അന്വേഷിച്ചു. ഒരു അക്കാഡമിക് ആയിട്ടൊരു പഠനം എന്ന് പറയാം. സ്വന്തമായ ഗവേഷണം നടത്തി, പുസ്തകങ്ങൾ വരുത്തി വായിച്ചു. അന്ന് ഇന്റർനെറ്റ് പോലും ഉണ്ടായിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇന്റർനെറ്റ് ആയപ്പോൾ നമുക്ക് കുറേ കൂടി ആക്സസിബിൾ ആയി, കുറേ കൂടി പുസ്തകങ്ങളും ഈ മെറ്റീരിയലിൽ കിട്ടാൻ എളുപ്പമായി, റിസർച്ച് കുറച്ചും കൂടി എളുപ്പമായി. അങ്ങനെയാണ് ഡോക്ടർ ഇത് ആദ്യമായി യോഗക്കെതിരെ സംസാരിക്കണം. 2010-ലാണ് എനിക്ക് തോന്നുന്നത്. 2010 ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഓക്കെ ഇത് ശരിയായ രീതിയിലല്ല പോകുന്നത്. എപ്പോ മുതലാണ് ഡോക്ടർക്ക് ഇത് പുറത്തേക്ക് ആളുകളെ ഇത് സംസാരിച്ച് മനസ്സിലാക്കിക്കണം എന്നൊരു തോട്ട് വരുന്നത്? അത് ഏതാണ്ട് ഞാൻ പറയും 2010 കൂടിയിട്ട് യുക്തിവാദ പ്രവർത്തനം ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഞാൻ പല വിഷയങ്ങളും, ഇപ്പം ഹോമിയോപ്പതി ഒരു ശുദ്ധമായ ഒരു സ്യൂഡോ സയൻസ് ആണ്. ഇപ്പം ഞാൻ പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ അതിനെ ഞാൻ എന്താ പറയുക, മതേതര അന്ധവിശ്വാസങ്ങൾ എന്ന് നമുക്ക് പറയും. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് യുക്തിവാദത്തിന്റെ പ്രവർത്തനം. മതപരമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് ട്രഡീഷണൽ ആയിട്ട് യുക്തിവാദികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ മതേതരമായ അന്ധവിശ്വാസങ്ങൾ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ധാരണയിൽ ആണ് ഇപ്പോൾ ഈ ഹോമിയോപ്പതി ആയാലും ഹോമിയോപ്പതിക്കെതിരെ ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. യോഗക്കെതിരെ നമ്മൾ പഠിക്കാൻ മുമ്പിൽ അറിയുന്നത്, നമുക്ക് ആദ്യം അറിയില്ല ഹോമിയോപ്പതി എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് പഠിച്ചു വരുമ്പോഴാണ് ഇത് എത്രത്തോളം ശാസ്ത്രവിരുദ്ധമാണ്, എത്രത്തോളം അബദ്ധവിശ്വാസമാണ്, അസംബന്ധമാണ് എന്ന് ബോധ്യമാകുന്നത്. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യുക്തിവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുക. ഇതാണ് യുക്തിവാദത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ പ്രവർത്തനത്തിന്റെ രീതി. അപ്പോൾ ഒരു യുക്തിരഹിതമായ നിരവധി വിശ്വാസങ്ങൾ, മതപരമായ വിശ്വാസങ്ങൾ, മതേതരമായ അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് യോഗ വരുന്നതാണ്. അങ്ങനെയാണ് അതിനെ മൊത്തത്തിലാണ് കാണുന്നത്. വിവിധ വിഷയങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഒരു ഭാഗം മാത്രമാണ് യോഗ. അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ഈ യോഗ നമ്മുടെ യോഗാചാര്യന്മാർ അല്ലെങ്കിൽ യോഗ അനുഷ്ഠിക്കുന്ന ആളുകൾ പറയുന്നത് അത് എപ്പോഴും പ്രകൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനത്തിന് എന്തിനാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമേൽ എതിർക്കുന്നത്? ആധുനിക വൈദ്യശാസ്ത്രത്തിലും പിഴവുകൾ ഉണ്ടാകുന്നില്ലേ? എല്ലാം ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ടും പരിഹാരം ഉണ്ടാക്കാമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? ഹോമിയോപ്പതിയെ കുറിച്ച് പറഞ്ഞാല് അതൊരു കപടശാസ്ത്രമാണ്. ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ്. ഇപ്പൊ നിങ്ങൾ ഇന്ന് വിക്കിപീഡിയ എടുത്ത് തുറന്നു പോയി കഴിഞ്ഞാൽ ആദ്യം പറയും ഹോമിയോപ്പതി ഈസ് സ്യൂഡോ സയൻസ്. വിക്കിപീഡിയ എടുത്ത് നോക്കി നിങ്ങൾക്ക് ആദ്യം കാണാം. ഇത് വലിയ പാരമ്പര്യമുണ്ട്, ഒരുപാട് കോളേജുകളും ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു കപടശാസ്ത്രമാണ്. അതിൻ്റെതായിട്ടുള്ള അതുകൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്, അതിന് എതിർക്കപ്പെടേണ്ടതുണ്ട്. എന്നതുപോലെ തന്നെ
ഇത് അടിസ്ഥാനപരമായി ഒരു കള്ളച്ചരക്കാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. അത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാമർ പെട്രോളിൻ്റെ ഒരു ഉദാഹരണം പറയാം. രാമർ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? രാമർ 1996 ഇയാൾ പറയുന്നത്, ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് ഇയാൾ ഒരു പത്രസമ്മേളനം നടത്തിയാണ് പ്രസ്താവിക്കുന്നത്, ഞാൻ പച്ചിലകളിൽ നിന്ന് പെട്രോൾ പോലെ സാധനം ഉണ്ടാക്കിയതോടെ അത് ആരൊക്കെ ഏറ്റെടുത്തു പറയാം. ഒറ്റ ദിവസത്തെ കാര്യമാണ്. അന്നത്തെ പിന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് തലവനടക്കം ഒരു രാമമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ, ഝാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പിന്നെ മദ്രാസ് IIT-യിലുള്ള പല ഫാക്കൽറ്റി ആൾക്കാർ, ഡോക്ടർ APJ അബ്ദുൽ കലാം അടക്കം, ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ഗംഭീരം, വി ആർ സിറ്റിംഗ് ഓൺ സംതിങ് ബിഗ് എന്നാണ് അന്ന് പറഞ്ഞൊരു വാചകം. എന്നുവെച്ചാൽ നമ്മുടെ പെട്രോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ വലിയൊരു സംഭവം നമ്മൾ കണ്ടെത്തി എന്നാണ് രാമർ പെട്രോളിനെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അത് പൊളിഞ്ഞതെന്നറിയാവോ? ഈ ശാസ്ത്രജ്ഞന്മാർ പോലും അല്ല എന്നുള്ളതാണ്. അത് വളരെ ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങൾ അതിലുണ്ട്. ഇദ്ദേഹം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു പച്ചിലകളൊക്കെ എടുത്ത് വെള്ളമൊക്കെ ചൂടാക്കി അതിൻ്റെ അകത്തൊരു കോലിട്ട് ഇളക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരികയാണ് ഒരു ഹൈഡ്രോ കാർബൺ ലിക്വിഡ്. അത് കത്തിച്ച് നോക്കിയാൽ കത്തുന്നുണ്ട്, വണ്ടിയിൽ ഒഴിച്ചാൽ ഓടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർ പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മദ്രാസ് IIT-യിൽ പഠനങ്ങളൊക്കെ നടത്തി ഇത് കൊള്ളാലോ, ഇതിൽ പെട്രോൾ എഞ്ചിനൊക്കെ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾ അതിലൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ളൊരു കെമിസ്ട്രി ക്വസ്റ്റ്യനാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും ഭാരം ഒന്നാവണം. അങ്ങനെ സംഭവമുണ്ട്. നമ്മളിപ്പോൾ CO2 ആകുമ്പോൾ അതിൽ കാർബണിന്റെ വെയിറ്റും ഓക്സിജന്റെ വെയിറ്റും കൂടുതൽ കാർബൺ ഡൈഓക്സൈഡിന്റെ വെയിറ്റ് വരാൻ പാടില്ല, അതിൽ കൂടുതൽ വരാൻ പാടില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല വരുന്നത്. ഇയാൾ ഇളക്കുന്ന സാധനങ്ങളെക്കാളും കൂടുതൽ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇയാളെ ചെയ്യുന്ന ഒരു മാജിക് ട്രിക്കാണ്. ഈ ഇളക്കിയ വടിയുടെ ഉള്ളിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് നിറച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് വരുന്നത്. അതിൻ്റെ അറ്റം വാക്സ് വെച്ച് അടച്ചിട്ടാവാം, ഓരോ തരത്തിൽ ചൂടുവെള്ളത്തിൽ ഇളക്കുമ്പോൾ ആ ഫ്ലൂയിഡാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് അതാണ് എടുക്കുന്നത് എന്നുള്ള സംഗതി. ഇങ്ങനൊരു ബേസിക്കായ ഡൗട്ട് ഒരാൾ ഉന്നയിക്കുന്നു. എത്ര കൊല്ലെടുത്തുന്നവരോ തിരിച്ചറിയാൻ? അയാളുടെ പേരിൽ കേസ് തെളിഞ്ഞ അവസാനം 20 കൊല്ലം എടുത്തിട്ടാണ്. അയാൾ 2016 ഇയാൾ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. കാരണം ഇത് തട്ടിപ്പാണെന്ന് വ്യക്തമായി. ഈ ചേർത്ത സാധനം ബെൻസീൻ, ടൊളുവീൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 സാധനങ്ങളാണ്. ഇത് ഈ ഓയിൽ കമ്പനികൾ ഉണ്ടല്ലോ, ഈ റിഫൈനറീസിലും പിന്നെ ഓയിൽ രംഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ, റിഫൈനറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ സ്വാധീനം ചെലുത്തി ഈ ബെൻസീനും ടൊളുവീനും ബൈ പ്രൊഡക്ട്സാണ്, അതിന് വില കുറഞ്ഞ സാധനം, അത് സംഘടിപ്പിച്ചിട്ടാണ് ഇയാൾ ചെയ്യുന്നതെന്ന് കണ്ടെത്തി അയാൾ 20 വർഷം എടുത്തു ഈ ഒരു കാര്യം തെളിഞ്ഞ് ഇയാളെ ജയിലിലെടുക്കാൻ. ഇതുപോലൊരു കള്ളച്ചരക്കാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് പല ഞാനൊരു ചരിത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന അപകടങ്ങൾ, അപ്പോൾ ഇങ്ങനെ ഒരു മൊത്തമായ ഒരു യൂസ്ലെസ് ആയ സാധനമാണ് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് അത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് കള്ളസാക്ഷി പറയാൻ കഴിയൂല എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. എനിക്ക് കള്ളസാക്ഷി പറയാൻ പറ്റില്ല. ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് നാണം കെടുക എന്ന് പറയും. എനിക്ക് കള്ളസാക്ഷി പറയാൻ പറ്റില്ല. അതേപോലെ എനിക്ക് കള്ളസാക്ഷി പറയാൻ പറ്റില്ല. ഇത് എനിക്കറിയാം, എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇതൊരു കള്ളച്ചരക്കാണ്, ഇത് അപകടകരമായ രാമർ പെട്രോളിനെ പോലെ അപകടകരമായ ഒരു കള്ളച്ചരക്കാണ് എന്ന ബോധ്യമുണ്ട്. അത് വിളിച്ചു പറയാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കുഴപ്പം സംഗതി എന്ന് വെച്ചാൽ എളുപ്പമല്ല ഇത് കണ്ടുപിടി ഇത് ഒരു പൊതുജനത്തിന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ ചിന്താ രീതി ആദ്യം മാറിയെങ്കിൽ ഏത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാൽ നമ്മളെ രാജ്യത്തിനെ അവമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ ഇയാൾ എന്തോ ഇങ്ങനെ പറഞ്ഞു വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പറയുന്നത് വിചാരിക്കും. അപ്പോൾ അത് എങ്കിലും ഒരു വനരോധനം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, പറയാനുള്ള ബാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നിങ്ങൾ ചോദിച്ചത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരും. പ്രകൃതിയോട് ഇണങ്ങാതെ മനുഷ്യന് പറ്റില്ല. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രകൃതിയോട് ഇണങ്ങാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അത് നമുക്ക് ആർക്കും പറയാവുന്നൊരു കാര്യമാണ്. പ്രകൃതിയോട് ഇണങ്ങിയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ എല്ലാവർക്കും എന്തിനെ പറ്റിയും ബാധിക്കാം. അതിൽ പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രകൃതിയോട് യുദ്ധം ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പ്രകൃതിയോട് ഇണക്കിക്കൊണ്ട് തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇണക്കലാണല്ലോ ഇതിലോ ഒക്കെ. ഒരു പശുവിനെ വളർത്തുമ്പോൾ നമ്മൾ എല്ലാ സംഗതിയും നമ്മൾ ഇണക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിലെനിക്ക് പ്രത്യേകിച്ച് ഇതിന് മാത്രം ഒരു പ്രത്യേകമായ ഒരു പ്രകൃതിയോട് യോജിപ്പുണ്ടെന്ന് അങ്ങനെ വിചാരിക്കുന്നില്ല.
അതുകൊണ്ട് ഡോക്ടറെ എതിർക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മറ്റ് ഇപ്പൊ ആരോഗ്യരംഗത്തുള്ള മോഡേൺ സയൻസിലുള്ള പല ഡോക്ടർമാരും നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമോ അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള അസുഖത്തിനോ ഒക്കെ ചെല്ലുന്ന സമയത്ത് പലരും യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് സജസ്റ്റ് ചെയ്യുന്ന അഭിപ്രായമുള്ള ഡോക്ടർമാരുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന മോഡേൺ സയൻസിലുള്ളവർ നിലനിൽക്കെ ഡോക്ടർ മാത്രം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ശക്തമായി എതിർക്കാനുള്ള ഒരു വാദം ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ മറ്റു ഡോക്ടർമാർക്കും അതേ വാദം ഉണ്ടാകണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു കാറ്റഗറി മുഴുവനും, അതായത് മോഡേൺ സയൻസിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ ഇത് അസംബന്ധമാണ്, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്, നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് വളരെ ഹാനികരമാണ് എന്ന് നമ്മളെ അവയർനെസ് ഉണ്ടാക്കുകയാണല്ലോ വേണ്ടത്. അതിന് പകരം 1-2 ശബ്ദങ്ങൾ മാത്രമാണോ ഉയരുന്നത്? ശരിയാണ്, ശരി, നല്ല ചോദ്യമാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ കസേരയിൽ ഒരു സാറ് നിന്നുണ്ടാവും, ഞങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടാവും. സാറിൻ്റെ കയ്യിൽ ഒരു എരിയുന്ന സിഗരറ്റ് ഉണ്ടാവും. ഞാൻ പറയുന്നത് 1980, 82, 84 കാലത്താണ്. അന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത്. അത് കുറച്ച് മുമ്പേ, ഒരു 20 കൊല്ലം മുമ്പേ ക്യാമൽ എന്ന് പറഞ്ഞിട്ടൊരു സിഗരറ്റുകൾ പരസ്യം ചെയ്തത് ഡോക്ടേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഇതാണ്. അങ്ങനെ അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. ഏറ്റവും അധികം ഡോക്ടർമാർ വലിച്ചുകൊണ്ടിരുന്ന ക്യാമൽ സിഗരറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ആ രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൊരു വാസ്തവത്തിലൊരു പോയിന്റ് ഇല്ല. പുകവലിക്കുന്ന ഡോക്ടർമാരുണ്ട് എന്നുള്ളതുകൊണ്ട് പുകവലി നന്നാവുന്നില്ല, അപകടം തന്നെയാണ്. ക്ലാസ്സിലിരുന്ന് പുകവലിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് വേറൊരു ആ രീതിയിൽ നമ്മളിതിന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ റോക്കറ്റ് വിടുന്നതിന് മുമ്പേ അതിന് മുകളിൽ നാരങ്ങ കെട്ടി വെക്കുകയും ഗണപതി ക്ഷേത്രത്തിൽ പോയി ഇത് ഉടക്കുകയും ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സാധനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും യാതൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അവരത് ചെയ്യുന്നുണ്ട്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ചിന്താ രീതിയുടെ ഒരു പ്രശ്നമാണ്. അവരിതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതെ വിട്ടാൽ ഇത് പോവില്ല എന്നോ, അത് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടെന്നുള്ളതിനൊരു തെളിവാവുന്നില്ല. അതില് ഗവേഷണങ്ങൾ നടക്കുന്ന പുതിയ കാലഘട്ടം ഉണ്ട് എന്നുള്ളത് ഞാൻ ഡോക്ടറെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഇപ്പോഴത്തെ ഗവേഷണ രംഗത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള പഠനങ്ങൾ നടക്കുകയും അതിലേക്ക് ഫണ്ട് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്, പരിമിതമായ അറിവ്. അതൊക്കെ ഉണ്ടാവും. ഗോമൂത്രവും ചാണകമൊക്കെ ഗവേഷണം ചെയ്യാൻ ഒരുപാട് പണം, അത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. അതുപോലെ നമ്മളിപ്പോ ഞാൻ ഓരോ പറഞ്ഞേ, ഇപ്പം യോഗ എന്ന് പറഞ്ഞ അസംബത്തിന് വേണ്ടിയും ഹോമിയോപ്പതി എന്ന അസംബത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ പൊതുപണം ചിലവാക്കുന്നുണ്ട്. അത് ചിലവാക്കരുതേ എന്ന് പറയാനാണല്ലോ ഞാൻ ശ്രമിക്കുന്നത്. ഇത് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഇത് ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വക അസംബന്ധങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മളിത് പറയുന്നത്, ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഈ രീതിയിൽ ഇതിൻ്റെ ഒരു പ്രശ്നം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശാസ്ത്രീയ മനോവൃത്തി എന്ന സാധനം, സയന്റിഫിക് ടെമ്പർ. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ജനിച്ച ഒരാളാണ് ഞാൻ. ആ കാലത്തുള്ളൊരു വാക്കാണ് സയന്റിഫിക് ടെമ്പർ, നെഹ്റുവിന്റെ വാക്കാണ് സയന്റിഫിക് ടെമ്പർ. അതിനെപ്പറ്റി എന്താണ് സയന്റിഫിക് ടെമ്പർ എന്ന് അദ്ദേഹം വളരെ വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെത്തേഡ്സ്, നമുക്കിപ്പോൾ ഒരു സർജൻ്റെ വീഡിയോ അത് നിങ്ങൾ ഇന്നലെ അയച്ചു തന്നല്ലോ. അദ്ദേഹം ഒരു നല്ല സർജനാണ്, അദ്ദേഹം ആ വിദ്യ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് സയൻസിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനോവൃത്തി ശാസ്ത്രീയമാവുന്നില്ല. അത് സയന്റിഫിക് ടെമ്പർ വേറൊരു കാര്യമാണ്. അത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നിങ്ങളുടെ ചിന്താരീതിയിലും ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി, അതായത് നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തി യുക്തിയധിഷ്ഠിതമായ ചിന്തനവും ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി വെച്ചുകൊണ്ട് മാത്രം ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് വളരെ 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 അപൂർവം ആൾക്കാർ, ശാസ്ത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളവർക്ക് ശാസ്ത്രീയ മനോവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർമാർ പല ആൾക്കാരും ഇതുപോലുള്ള ഒരുപാട് അസംബന്ധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേ നിങ്ങൾ അയച്ചു തന്ന വീഡിയോ തന്നെ അദ്ദേഹം വലിയ ദൈവഭക്തനാണ്, ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അസംബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവവിശ്വാസമാണ് ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസം വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാർ അവർ ഒരു ശാസ്ത്രത്തിൻ്റെ രീതി സ്വയം ആർജിക്കാതെയും, അതായത് ശാസ്ത്രീയ മനോവൃത്തി ഇല്ലാതെയാണ് അവർ ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റ് ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റ് സയൻസ് ചെയ്യുന്നവരും അതന്നെ ചെയ്യുന്നത്. അതുപോലെ ഡോക്ടർമാർ ശാസ്ത്രീയമായ പ്രവൃത്തി ചെയ്യുമ്പോഴും അവരുടെ മനോവൃത്തി ശാസ്ത്രീയമല്ല എന്നുള്ളതുകൊണ്ടാണ് മറ്റ് ഡോക്ടർമാർ ഇത് പറയുന്നത്, അല്ലേ?
ഓക്കെ, ഞാൻ മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ സാധാരണക്കാരന്റെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ചിന്താ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ സാധാരണ മനുഷ്യന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. ഡോക്ടർ മുമ്പിൽ വരുന്ന ഒരു സാധാരണ ഒരാള്, യോഗ പരിശീലിക്കുന്ന ഒരാള്, യോഗ ഗുരുവല്ല കേട്ടോ, യോഗ പരിശീലിക്കുന്ന സാധാരണക്കാരനായ ഒരാള്, അയാൾ പറയുന്നു എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആസ്മയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു, ഇതൊക്കെ യോഗ കാരണമാണ്, അല്ലെങ്കിൽ യോഗ പരിശീലിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അതിൽ നിന്നെല്ലാം സമാധാനമുണ്ട്, എൻ്റെ ആരോഗ്യം ബെറ്ററായി, അല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ്, അത് യോഗ മൂലം എനിക്ക് മാറ്റമുണ്ടായി എന്ന് പറയുന്നതിനെ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഡോക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? വചനോത്സവം എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? വചനോത്സവം, പോട്ട ഞാൻ അതില് ഓരോ മാസത്തിലും എത്ര രോഗശാന്തി ആൾക്കാർ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ? എല്ലാം എൻ്റെ ക്യാൻസർ മാറി, എൻ്റെ അപ്പൻഡിസൈറ്റിസ് മാറി, എനിക്ക് കുട്ടി ഉണ്ടായി, പിന്നെ ലുക്കീമിയ മാറി, ഫോട്ടോ സഹിതം ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ഇല്ലേ? അപ്പൊ അതുപോലെ അനുഭവ സാക്ഷ്യങ്ങളുടെ കുറവ് കൊണ്ട് ലോകത്ത് ഒരു ചികിത്സാ രീതിയും ഇല്ലാതായിട്ടില്ല. അനുഭവ സാക്ഷ്യമില്ലാത്ത ഒരു ചികിത്സാ രീതിയില്ല. നിങ്ങൾ ഏതെടുത്തോളൂ, പ്രാർത്ഥനാ ചികിത്സ, ഹോമിയോപ്പതി, പിന്നെ കൃപാസനം അരച്ച് കലക്കി കുടിക്കൽ, എന്ത് ചെയ്താലും പല രോഗങ്ങളും മാറി. കാരണം 100% ചത്തുപോകുന്ന രോഗങ്ങളില്ലാന്നേ. ഹൈഡ്രോഫോബിയ, നമ്മുടെ പട്ടി കടിച്ചിട്ട് റാബീസ് വന്നാൽ 100% മരിച്ചു പോകുന്നല്ലാതെ വസൂരി വന്നാൽ പോലും അത്രയധികം ആൾക്കാർ മരിക്കുന്നില്ല. പരമാവധി പിന്നെയും ഒരു 30-40% ആൾക്കാരൊക്കെ വസൂരി വന്നാലും ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ നെറ്റിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. വൈ ബോഗസ് തെറാപ്പി സീംസ് ടു വർക്ക്. 14 പോയിന്റുകളായി പറയുന്നുണ്ട്. ആ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി, ഒരു പോയിന്റ് എടുത്ത് നോക്കിയാൽ മതി. പല കാരണങ്ങൾ കൊണ്ട് പിന്നെ ആൾക്കാർക്ക് രോഗശാന്തി ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ ഈ നമ്മുടെ സിംറ്റംസ് വിട്ടുപോകും. പഴയ കാലത്ത് എല്ലാ രോഗങ്ങളും തനിയാണ് മാറിക്കൊണ്ടിരുന്നത്. ഇന്നീ കാണുന്ന ആധുനിക വൈദ്യവും ഒരു വൈദ്യവും ഇല്ലാത്ത കാലത്തും രോഗങ്ങൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ എല്ലാ രോഗങ്ങളും മരണകാരണമോ എല്ലാ കാലം നിൽക്കുന്നതോ അല്ലല്ലോ, മാറിയും പോയിക്കൊണ്ടൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ പഴയ കാലത്ത് പറയാമെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ആധുനിക വൈദ്യം നമ്മളിന്ന് അറിയുന്ന ഇതിൽ 10-200 വർഷമല്ലേ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ വരുന്ന കാലത്തിന് ശേഷം. അതിനൊക്കെ മുമ്പ് പറയാമെന്ന് വെച്ചാൽ, വൈദ്യത്തിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ ടു കീപ് ദ പേഷ്യൻ്റ് ആൻഡ് ദ റിലേറ്റീവ്സ് ഹാപ്പി, എൻഗേജ്ഡ് വൈൽ നേച്ചർ ടേക്സ് ഇറ്റ്സ് കോഴ്സ്. രോഗം വരുന്നു, അത് മാറാനൊരു സമയമെടുക്കും. ഇപ്പോൾ ഒരു ടൈഫോയിഡ് വന്നു, മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ എഴുതിക്കലും മൂപ്പർക്ക് ടൈഫോയിഡ് വന്ന് പോയത് ഞാൻ പിന്നെ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ആ കാലത്ത് ആൻറ്റിബയോട്ടിക്കിന് മുമ്പാണ്. അപ്പോൾ മൂപ്പര് പിന്നെ പറയുന്നത് അന്ന് ആയുർവേദ ചികിത്സ ചെയ്ത് ടൈഫോയിഡ് മാറി. അപ്പോൾ ഇതുകൊണ്ട് ടൈഫോയിഡ് മാറും എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ഒരു തലമുറയിൽ പല ആൾക്കാരും ടൈഫോയിഡ് ഒന്ന് മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ പല ആൾക്കാരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം 100% കൊള്ളുന്ന സാധനമല്ല. പക്ഷേ ഈ സമയത്ത് ബൈസ്റ്റാൻഡർമാർക്ക് ജോലിയുണ്ട്. എല്ലാവർക്കും വേര് പറിക്കാൻ പോകണം, കഷായം കാച്ചണം, അവരിഷ്ടം പോലെ പണികൾ ഏർപ്പെടുകയാണ്. അപ്പോൾ ദേ ഹാവ് സംതിങ് ടു ഡു, സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. രോഗിക്കാണെങ്കിലും കൃത്യമായ സമയങ്ങളിൽ കഷായം. ഒരു കാര്യം ഇതുകൊണ്ടില്ലേ, വേറൊരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ ഡിസീസ് ഇൻ എനി മാനർ. അത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നേരെ വന്ന് അത് ശരിയായി ഇതിനോട് ഈ ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ വസ്തുക്കൾ ഉണ്ടാക്കി അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സമയം വേണം. അറ്റാക്ക് ചെയ്ത് ഒന്നുകിൽ മരിച്ചു പോവുകയോ നമ്മുടെ ശരീരം പരാജയപ്പെടും, അല്ലെങ്കിൽ ബാക്ടീരിയ പരാജയപ്പെടും. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വൈദ്യത്തിൻ്റെ പഴയ ചരിത്രം. ഇപ്പോഴാണ് നമുക്ക് കുറേ കൂടി ഇഫക്റ്റീവായിട്ടുള്ള സംഗതികൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, എൻ്റെ അടുത്ത് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അയാൾ പറയും, യോഗ ചെയ്ത കാലത്ത് പണ്ട് മാറിയിരുന്നു, ഇപ്പം മാറിയില്ല ഡോക്ടറെ, പിന്നെയും മാറി, അതാണ് എൻ്റെ അടുത്ത് വരേണ്ടത്. അങ്ങനെ അല്ലാന്ന് വരിക്കാം. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നന്നായി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് വളരെ സിവിയറായ ബാക്ക് പെയിൻ ഉണ്ടായി, വലിയ രീതിയിൽ ഡിസ്പ്രലാപ്സ് വന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ രോഗികൾക്ക് വരുമ്പോൾ, ഡിസ്പ്രലാപ്സ് ആയിട്ട് വരുന്ന രോഗികൾക്ക് എൻ്റെ MRI കാണിച്ചു കൊടുക്കും. ഇത്ര വലിപ്പം ഇല്ലല്ലോ നിങ്ങളുടെ ഡിസ്പ്രലാപ്സ് എന്ന് പറയും. എനിക്കതിന് ആകെ കൂടെ ചിലവായിട്ടുണ്ടാവും ഒരു 15 രൂപയുടെ മരുന്നാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. ഗുളിക കഴിച്ച് ഒരാഴ്ച ജോലിക്ക് പോകാൻ പറ്റിയില്ല, പൂർണ്ണ വിശ്രമം എടുത്തു. അത് സർജറി വേണ്ടി വരുമെന്ന് ഞാൻ ആലോചിച്ചു. എല്ലാ രോഗങ്ങളും അങ്ങനെ മാറുന്നേ. ഇപ്പം ബാക്ക് പെയിൻ, ഇൻട്രോവേർട്ടഡ് ഡിസ്പ്രലാപ്സിൽ വലിയൊരു ശതമാനവും നമ്മൾ വിശ്രമവും ആ സമയത്ത് വേദന കുറക്കാനുള്ള മരുന്നുകളും ഇത്ര ആവശ്യമുള്ളൂ, തന്നെ കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ രോഗത്തിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി എന്താണ്
എന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അധികം വരുന്നത്. ഇപ്പോൾ ഒരു കഴുത്ത് വേദന വന്നു, എത്ര ദിവസം നിൽക്കും അത്? ഒരു അക്യൂട്ട് സർവിക്കൽ ഡിസ്പ്രലാപ്സ് ആണെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് അത് സെറ്റിൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ അതിന് ചെയ്യേണ്ടതുള്ളൂ. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന സാധനം വേറെ അപ്പോൾ നമ്മളതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ഗൗരവമായ വേറെ പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല, ഓക്കെയാണ്. ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ രോഗത്തിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ചികിത്സ കൊണ്ടാണോ ഇത് മാറിയത് അല്ല എന്ന് മനസ്സിലാക്കാൻ. മനസ്സിലായോ? ഒരാഴ്ച കൊണ്ട് മാറുന്ന ജലദോഷം 7 ദിവസം കൊണ്ട് മറ്റേത് വെച്ച് മാറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഉണ്ടാക്കണില്ലല്ലോ. അത് അതിൻ്റെ നാച്ചുറൽ ടൈമാണ് മാറാനുള്ള, അത്രയേ ഉള്ളൂ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴേ, ഇപ്പൊ നമ്മൾ ഒരു അസുഖമായി പോകുന്നു, ഒരു പനിക്കോ അല്ലെങ്കിൽ മറ്റു അസുഖം, ചെറിയ അസുഖം ആയിക്കോട്ടെ, നമ്മൾ അവിടെ പോയി ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ ഇങ്ങനെ ചിലത് ചോദിക്കുക പോലും ഇല്ല, പടപടപടപടേന്ന് ആന്റിബയോട്ടിക്കുകൾ എഴുതും. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ എണ്ണം തന്നെ കൂടി. ഒരു 10 എണ്ണമെങ്കിലും നിരത്തി എഴുതാതെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ട് എന്റെ ചരിത്രത്തിലില്ല ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഇത്രയും ആന്റിബയോട്ടിക്സുകൾ നമ്മൾ കഴിക്കുകയും അതൊക്കെ നമുക്കറിയാം എന്താണ് രാസവസ്തുക്കളാണെന്നും മരുന്നുണ്ടാക്കുന്നതും നമ്മൾ അത് വേറെ പഠന വിധേയമാക്കേണ്ട സബ്ജക്റ്റ് ആണ്. എങ്കിൽ പോലും ഞാൻ പറയണേ, അത്തരം കാര്യങ്ങൾ കഴിക്കുകയും നമുക്ക് ശരീരത്തിനുള്ളിലേക്ക് ഒന്നും എടുക്കാത്ത ഒരു സംവിധാനം ആയ ഒരു യോഗയെ എന്തുകൊണ്ടാണ് അത് മാത്രം എതിർക്കപ്പെടുകയും മറ്റേ ഭാഗം നമ്മൾ കാണാതെ പോവുകയും ചെയ്യുന്ന ഡോക്ടറെ? വല്ലാത്തൊരു ചോദ്യം. ഒന്നാമത് ആദ്യത്തെ ഒരു വിഷയം എന്ന് വെച്ചാല്, പിന്നെ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ 100 കണക്കിന് ആന്റിബയോട്ടിക്കുകൾ എഴുതുകയാണ് എന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിരത്തി പിടിച്ചിട്ട് ആന്റിബയോട്ടിക്സുകൾ എഴുതാത്ത ഏത് ഡോക്ടേഴ്സാണ് ഇപ്പോൾ ഉള്ളത്? നമ്മൾ ചെല്ലുന്നു പനിക്ക്, വെറും ഒരു പനിയായിട്ട് ചെല്ലുന്നു, നമുക്കൊരു ഡോളോ മാത്രം എഴുതിയല്ലോ ഡോക്ടേഴ്സ് വിടുന്നത്. എന്നാ പോട്ടെ, പനിയായിട്ട് യോഗയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? യോഗയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അല്ല, രണ്ടും കൂടെ ഒരു താരതമ്യം വേണമല്ലോ. ഒരു പനിക്ക് പോയി ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതി എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പനിക്ക് ആന്റിബയോട്ടിക് എഴുതുന്നവരൊക്കെ ഇപ്പൊ കുറവായിരിക്കും. എത്ര ദിവസം പനി വന്നതൊക്കെ ചോദിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടൊക്കെ തന്നെ ചെയ്യും. അല്ലാതെ ഇടതും വലതും എഴുതുന്നതൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുറവായിരിക്കും, തീരെ ഇല്ലെന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ പിന്നെ അല്ല, അതിന് പകരം ഇപ്പൊ മറുഭാഗത്ത് ആതിര വെച്ചേക്കുന്നത് യോഗയാണല്ലോ. പനി പിടിച്ച എന്ത് യോഗയാണ് പിന്നെ ആതിര? ഞാൻ യോഗ ആചാര്യനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അത് ആ മറുപടി ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ രണ്ടും തമ്മിൽ ഒരു പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഇത് കമ്പയറബിൾ ആയ കാര്യമല്ല. ഇപ്പം ആന്റിബയോട്ടിക്കുകളുടെ ജുഡീഷ്യസ് ആയിട്ടല്ലാത്ത ഉപയോഗം ആന്റിബയോട്ടിക്കുകൾ വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ പിന്നെ 47-ലൊക്കെ ഇന്ത്യയുടെ ഒരു ഇന്ത്യയിലെ ഒരു സാധാരണ മനുഷ്യന്റെ ആയുർദൈർഘ്യം, പ്രതീക്ഷിത ആയുർദൈർഘ്യം അതിന്റെ എത്രയോ ഇരട്ടിപ്പായിട്ടുണ്ട്, ഡബിളൊക്കെ ആയിട്ടുണ്ട്. അന്ന് ചെറുപ്പകാലത്ത് മരിച്ചുകൊണ്ടിരുന്ന, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ഓർമ്മയിൽ ആ കാലത്തിൽ എത്രയോ പ്രസിദ്ധരായ മനുഷ്യർ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ക്ഷയരോഗം പിടിച്ച് മരിച്ചുപോയി. കവികളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒരു വിലാപം എഴുതി VC ബാലകൃഷ്ണൻ ക്ഷയരോഗം പിടിച്ച് മരിച്ചുപോയി. സഞ്ജയൻ 940 കുറിച്ച് പറഞ്ഞത് ക്ഷയരോഗം പിടിച്ച് മരിച്ചുപോയി. ഇന്ന് ക്ഷയരോഗം പിടിച്ച് മരിച്ചു വന്ന് എത്തുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആന്റിബയോട്ടിക് കൊണ്ടാണ്. ഇതങ്ങനെ ഉണ്ടാവുന്നില്ല. എത്രയോ ഒരു തലമുറ കൊണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമയിലെ നാടകങ്ങളിലെ ഒരു പ്രധാന കഥാപാത്രം ചുമച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്ഷയരോഗിയായിരുന്നു. പിന്നെ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം. ഈ രീതിയിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മനുഷ്യരെ പിന്തുടർന്നുകൊണ്ടിരുന്ന മഹാരോഗങ്ങൾ, ഞാൻ പറഞ്ഞ ടൈഫോയിഡ്, പിന്നെ ക്ഷയരോഗം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ മറന്നുകൊണ്ടാണ് നിങ്ങൾ ആന്റിബയോട്ടിക് എന്ന് വെച്ചാൽ എന്തോ ഒരു ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ജുഡീഷ്യസ് ഇതിൽ ഉന്നയിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ജുഡീഷ്യസ് അല്ലാതെ ഇതിനെ ഉപയോഗിക്കുക എന്നൊരു പ്രവണത ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ട വേറൊരു തരത്തിലാണ്. അതിന് പകരം നിങ്ങൾ എന്തിനു വെക്കാൻ പാടില്ല? തീരെ ഉപയോഗശൂന്യമായ ഒരു കള്ളച്ചരക്കിനെ ഇതിന് ബദലായിട്ട് കൊണ്ടുവരുന്നത് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് വേറൊരു പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾ അതിലിപ്പോ ഒരുപാട് ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്, ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെ ജുഡീഷ്യസ് അല്ലാത്ത, കാരണം അതിന്റെ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ റെസിസ്റ്റന്റ് ബാക്ടീരിയ ഉണ്ടാവുന്നു, നമുക്ക് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ അറിയുന്നതുകൊണ്ട് അതിന്റെ രീതി അതിന് അഡ്രസ് ചെയ്യാൻ ശ്രമമുണ്ട്. അത് ഒരു അസംബന്ധവും കൂട്ടി അത് പകരമാകുന്നില്ല. ഇത് ആധുനിക വൈദ്യത്തിന്റെ പ്രാക്ടീസിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി അസംബന്ധമായ ഒരു കള്ളച്ചരക്കിനെടുത്ത് പകരം വെക്കുക എന്നല്ല. ഇതിനെ പിന്താങ്ങുക എന്നതല്ല ആധുനിക വൈദ്യത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇതുപോലൊരു അസംബന്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ല. അപ്പൊ
അതാണ് ഇപ്പൊ ഒരു വല്ലാത്തൊരു ചോദ്യമായി പോയി അത് നമ്മൾ യാതൊരു പൊരുത്തവും ഇല്ല. നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗത്തെ പ്രശ്നം അത് വേറൊരു പ്രശ്നമാണ്. അതിനെ ഡീൽ ചെയ്യേണ്ടത് സയൻസിന്റെ വഴിക്കാണ്, എവിഡൻസിന്റെ വഴിക്കാണ്, പബ്ലിക് പോളിസിയുടെ വഴിക്കാണ്, രാഷ്ട്രീയമായിട്ടാണ്, അങ്ങനെ പല പല വഴിക്കാണ്. ഈ അസംബന്ധത്തിനെ നേരിടേണ്ടത് അത് വേറൊരു കാര്യമാണ്. അത് ഇതിന് ബദലാവുന്നില്ല അതെന്നാണ് ഞാൻ പറയുന്നത്.